ഷാർജ എയർപോർട്ടോടെ കൂടി പോയപ്പോഴത്തേക്കിന് എന്തോ തോരണോ ഇങ്ങനത്തെ കുറേ സംഗതികളൊക്കെ കണ്ടപ്പം വിചാരിച്ചു എന്തോ സംഭവം നടക്കുന്നുണ്ട് ഷാർജ നാഷണൽ പാർക്കിന്. അന്ന് പിന്നെ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായത്. പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈദുൽ എത്തിഹാദിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണ് ഇതിനുള്ളിൽ നടക്കുന്നത്. അന്ന് പിന്നെ കയറിയ സ്ഥിതിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ എൻട്രി ഫ്രീ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ലൈറ്റൊക്കെ രാത്രിയാകുമ്പോഴാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇങ്ങനെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 25 ദിറംസാണ് കേട്ടോ. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. ഒരു സ്ഥലത്ത് മാത്രമേ കളിക്കാനും പറ്റുള്ളൂ. അപ്പം മാറി മാറി അപ്പുറവും ഇപ്പുറവും ഒന്നും പോകാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്തിൽ കളിക്കുന്നതിനാണ് 25 ദിറംസ്. ആഹാ, ഇത് കണ്ടോ? ഇവിടെ കാണുന്ന ചെറിയ ചെറിയ കുറേ റൈഡുകളുണ്ടാവും കേട്ടോ, 4 ദിറംസിനൊക്കെ. അപ്പോൾ അതിൽ കയറണമെങ്കിൽ കോയിൻ വേണമല്ലോ. കോയിൻ കിട്ടാനും ദേണ്ട ഒരു മെഷീൻ. നോട്ടിട്ട് കൊടുക്കുക, കോയിൻ വെളിയിൽ വരിക. അപ്പോൾ എന്ത് ഈസിയാണ്. കോയിൻ പറക്കിയെടുക്കുന്നതിൻ്റെ എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ? പൈസ അങ്ങോട്ടിട്ടിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നുള്ളൊരു വിചാരവും ഇല്ല. അങ്ങനെ കിങ്ങിണി ഇതാ ഒരു ടോയ് എടുക്കാൻ തുടങ്ങി. ഇത് 4 ദിറംസാണ് കേട്ടോ. അടിച്ചു മക്കളെ, അടിച്ചു. ഇങ്ങനത്തെ കുറേ വെൻഡിങ് മെഷീനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ബോൾ കിട്ടുന്നത്. സംഭവം പറയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇതിനകത്തൊന്നുമില്ല. എന്തോ ഒരു ചെറിയൊരു ടോയ് ഉണ്ട്, അതിനാണ് 4 ദിറംസ്. എങ്കിൽ പിന്നെ അടുത്തതിലൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അടുത്തതിൽ ഞങ്ങൾ പരീക്ഷിക്കുക. അത് ചീറ്റിപ്പോയി 8 നിലയിൽ. 4 ദിറംസ് കൊടുത്തിട്ട് റൈഡ് ചെയ്യുന്ന ഇതുപോലത്തെ കുറേ ബൈക്കുകളുണ്ട് കേട്ടോ. പോകുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്നത് ചീപ്പായിട്ട് എവിടെ കയറാമെന്നുള്ളതാണ്. അങ്ങനെ അതിൽ കയറി. ഈ ഒരു ആർച്ചിൽ കൂടെയൊക്കെ പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇതുവഴി പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ പോകാനേ പറ്റുന്നില്ല. അപ്പുറം ഇപ്പുറം എല്ലാം ആൾക്കാർ വരുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് നല്ല കളർഫുൾ ലൈറ്റ് എത്തുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ട് രാത്രി വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല രസമായിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്ത്യൻ്റെ ഒരു ഷോപ്പ് കണ്ടോ? ഇത് ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കാം. അപ്പം ഇങ്ങനെ ഒരു മിറർ കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ ഒരു സെൽഫി എടുത്തേക്കാം. നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് പോലെ ഒരു സ്ട്രീറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ഫുഡുകളും എല്ലാം. അപ്പോൾ എല്ലാം ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. സമയം ഒരു 6 മണിയൊക്കെ ആയതേ ഉള്ളൂ. സന്ധ്യ ആകുമ്പോഴത്തേക്കിന് ലൈറ്റൊക്കെ ആയിട്ട് നല്ലതായിരിക്കും. അപ്പോൾ 5 ദിറംസ് കൊടുത്തൊരു ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. 2 പേർക്കും 2 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് ഈ കാണുന്ന സ്റ്റോളുകളെല്ലാം. ഇവിടെ എന്താണ് ലുക്മത്തും അങ്ങനെ അറബിക് രീതിയിലുള്ള ഫുഡൊക്കെയാണ് കേട്ടോ. അങ്ങനെ അറബിക് ഡാൻസ് ഉല്ലസിച്ച് ആസ്വദിച്ച് നിന്നപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ എന്തൊക്കെയോ വെസ്റ്റേൺ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നു. ബൈ ദ ബൈ, ഈ UAE നാഷണലിൻ്റെയും ഈ ഒരു വെസ്റ്റേൺ രീതിയിലുള്ള സംഭവമായിട്ട് എന്താ ബന്ധമെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും നല്ല രസമുണ്ട്. കണ്ടപ്പോൾ ചെയ്ത് നോക്കാൻ തോന്നി. ഇവരൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കയറി കഴിഞ്ഞാൽ എപ്പോൾ തലയും കുത്തി താഴെ വീണെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും നല്ല സംഭവമായിരുന്നു കേട്ടോ. എമിറാത്തി ഫുഡിലെ എൻ്റെ ഓൾ ടൈം ഫേവററ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലുക്കൈമത്താണ് കേട്ടോ. അപ്പോൾ ഏത് കടയിൽ കയറണമെന്ന് ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ച് കയറി ചെന്ന് നല്ലൊരു കടയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലുക്മത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ ഗോതമ്പ് ദോശ പോലെ ഇരിക്കുന്ന സാധനത്തിൻ്റെ വില വെറുതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലുക്കൈമത്ത് കേട്ടോ, ഈ ചെറിയൊരു ബോക്സിന് 15 ദിറംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ വില ചോദിച്ചുകൊണ്ട് ഇവരെനിക്ക് ഈ 2 ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. ഈ ഒരു ദോശ പോലെ ഇരിക്കുന്ന സാധനം, ഇതിന് എന്തോ പേരുണ്ട്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു എമിറാത്തി ലേഡി പറഞ്ഞു ഫ്രീ ആണ്, കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോ, മാഫി ഫുലൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവർ തന്നത് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമം വരുമല്ലോ എന്നിട്ട് ഞങ്ങളത് വാങ്ങിച്ച് അങ്ങനെ ഒരിടത്തിരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ സന്ധ്യ കേട്ടോ. ലൈറ്റൊക്കെ ഓണായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. കുറേ ആൾക്കൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും വന്ന് പായും അങ്ങനെ കുറേ ചെയറൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും ആസ്വദിച്ച് പരിപാടികളൊക്കെ കാണുന്നു. ഒരു സൈഡിൽ കൂടെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ടോയും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാത്തിനെയും വേണ്ടാന്ന് പറഞ്ഞു ഒതുക്കി. നമ്മൾ നേരത്തെ കണ്ട ആർച്ച് കണ്ടില്ലേ, അവിടെയൊക്കെ ലൈറ്റ് ആയിട്ടുണ്ട്. ബൈ ദ വേ, ഈ ഒരു ഇന്ത്യൻ ഷോപ്പ് നേരത്തെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടോ, വിഷമിപ്പിക്കാൻ വേണ്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ടോ. ആദ്യം തന്നത് ഇവർ ഈ ഒരു പുതിനാട്ട് ചട്നി മാത്രമേ ഉള്ളൂ തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ടൊമാറ്റോയുടെ ചട്നി തന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചാണ് കേട്ടോ. ഈ ഒരു 6 പീസിന് 12 ദിറംസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
നമ്മൾ ഈ വെളിയിൽ ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന അത്ര ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വെറൈറ്റിയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നേരത്തെ വാങ്ങിച്ച ലുക്കേമത്തെ 15 ദിറംസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കണ്ട ആ ഒരു ഗോതമ്പ് ദോശ പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് 2 പീസിന് 8 ദിറംസ് ആയിരുന്നു. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. എന്തായാലും പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു. വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റായി. എപ്പോഴും വീട്ടിലിരിക്കുമല്ലേ, അപ്പോൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നാട്ടിൽ നമ്മൾ ഒരു ഉത്സവത്തിന് പോയ അതേ ഇത് പ്രതീതിയാണ് കേട്ടോ. ഭയങ്കര റഷാണ്, നല്ല നല്ല എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട്, തിരക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ആസ്വദിച്ച് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഡേറ്റ് ഒന്നും മറക്കണ്ട കേട്ടോ. ഇത് ഇനിയുള്ളത് ഡിസംബർ 2 വരെ മാത്രമേ ഉള്ളൂ. ഇത് ഓൾറെഡി തുടങ്ങിയത് നവംബർ 21 കേട്ടോ. ദേ കണ്ടില്ലേ, ഞാനീ പറഞ്ഞ ആർച്ച് ഇതാണ്. ഇവിടെ എനിക്ക് ഒറ്റയ്ക്കൂടെ നടന്ന ഒരു റീൽ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫ്ലോപ്പായിപ്പോയി. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് റീൽ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ പാർക്കിലെ കുട്ടികളെ കുറേ നേരം കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ ഫ്രീ ആയിട്ട് കളിക്കാമല്ലോ. മറ്റേ 25 ദിറംസ് കൊടുത്തുള്ള സമ്പത്തൊന്നും ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ റൈഡിലും 25 ദിറംസ് കൊടുത്ത് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരിടത്ത് മാത്രം 25 ദിറംസ് എന്ന് പറഞ്ഞാൽ അത് അത്ര വേർത്തായിട്ട് തോന്നിയതുമില്ല. പിന്നെ നമ്മൾ ആദ്യം കയറിയ സമയത്ത് കണ്ടില്ലേ, ആ ലൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള രസമുള്ള നല്ല പുതിയതായിട്ടുള്ളൊരു വെറൈറ്റി ഇന്നോവേറ്റീവ് ഐറ്റമായിട്ട് തോന്നി കേട്ടോ. ഇത് മാത്രമല്ല, ഈ കളറും മാറി മാറി വരുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടു. എവിടെ പോയി കഴിഞ്ഞാലും ഫോട്ടോയും വീഡിയോയും നമുക്ക് മുഖ്യം ബീച്ചിലെന്ന് പറയില്ലേ. സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കണം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് വെറുപ്പിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് വെറുപ്പിക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം വരത്തുള്ളൂ. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്ര നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ പോയിട്ട് ഒരു ക്യാമ്പിംഗ് ഒക്കെ പോയിട്ട് ആയിട്ട് വേണമെങ്കിൽ ഒരു 10 മണി ഒക്കെ വരെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ജാക്കറ്റൊക്കെ കൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുട്ടികളെ കൊണ്ട് പോയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ മറക്കണ്ട, ഇതിൻ്റെ ഡേറ്റ് വന്നിട്ട് നവംബർ 21 തൊട്ട് ഡിസംബർ 2 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ.